ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കാന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ സോഫ്റ്റ് ആണ്, പുറമേന്ന് ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്. നല്ല ഉണ്ണിയപ്പം കടയിൽ നിന്ന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. കിട്ടിയാൽ തന്നെ ആ ചൂടനെ ഉണ്ടാക്കി ആ കഴിക്കുന്ന ഒരു 2-3 ദിവസത്തെ ടേസ്റ്റ് പിന്നെ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. നമ്മളിവിടെ 2 കപ്പ് പച്ചരി ആട്ടോ എടുത്തേക്കുന്നത്. ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല. ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് 4 മണിക്കൂർ കുതിർത്താനായിട്ട് വയ്ക്കാം. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം. ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ വേറെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. പച്ചരി ഒത്തിരി നേരം വെള്ളത്തിലിട്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററിൽ വെള്ളം കൂടി പോയാലൊക്കെ പണി കിട്ടും. അപ്പം 4 മണിക്കൂറിൽ കൂടുതൽ ഇട്ടിടണ്ട കേട്ടോ. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 4 ഏലക്കായും കൂടി ഇട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഏലക്ക ഇട്ടത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ശർക്കര കംപ്ലീറ്റ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ലംസ് മലന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് സ്ട്രെയിൻ ചെയ്ത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇനി ഇത് നമുക്ക് ബാറ്ററിലിടാൻ. ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. പച്ചരിയും നന്നായിട്ട് വെള്ളം പോയി ഇരിപ്പുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പച്ചരി പകുതിയോളം ഇട്ട് കൊടുക്കാം. മിക്സി ചൂടാവാത്ത രീതിയിൽ നിർത്തി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പച്ചരി ഒരു 3/4 ഭാഗത്തോളം പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. 2 പാളയം കുടമ്പായമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. 3/4 ഭാഗത്തോളം മാത്രം ആദ്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം അധികമായി പോവരുത്. ഇത് കംപ്ലീറ്റ് പേസ്റ്റ് ആയിട്ടൊന്നും അരിയണ്ട കേട്ടോ. ചെറിയ തരിയായിട്ടൊക്കെ അതിൽ വേണം. ബാറ്ററി ഇച്ചിരി തിക്കാണ്, മധുരം കുറവുണ്ട്. അപ്പം ശർക്കരപ്പാനി കുറച്ചും കൂടി ഇട്ടെടുത്ത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മാത്രമല്ലാത്ത ബാക്കി ശർക്കരപ്പാനി കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇനി ഇതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടിയും 1 നുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് മാറ്റി വെക്കാം കേട്ടോ. 5-6 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പൊ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വയറ്റി കൊടുത്തോണ്ടിരിക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം മാത്രം എള്ളിട്ടെടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാം. വയറ്റുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളം മാത്രം ഇട്ടെടുത്താലും മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ചൂടാവാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇല്ലാത്തവര് പുതിയതായിട്ട് വാങ്ങാനൊക്കെ വിചാരിക്കുന്നവര് നോൺ സ്റ്റിക്കിന്റെ വാങ്ങിക്കാം കേട്ടോ. ഇരുമ്പിന്റെ ഇന്ത്യയിലത്തിന്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേക്കെടുക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കണ്ടേ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇതുവരെ മേക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വഴി ഓരോ തുളയിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഒഴിക്കുന്നത് തീ ഇച്ചിരി കൂടുതലാട്ടോ. ഓയിൽ വല്ലാതെ പുകയുന്നുണ്ട്. ഇത്രയും പുകയാൻ നിൽക്കണ്ട. നന്നായിട്ട് ചൂടായ ശേഷം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഓയിൽ ചൂടായി നിന്നാലാണ് നന്നായിട്ട് പൊളച്ച് പൊങ്ങിയൊക്കെ ഇങ്ങനെ വരുള്ളൂ. എന്നാൽ ചൂട് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറം കറുത്തു പോകും. കണ്ടില്ലേ, ഇത് ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു, അതാണ് അങ്ങനെ വന്നേക്കണേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. തിരിച്ചൊക്കെ ഇട്ടെടുക്കാം. ഒരു ഷേപ്പായി വന്ന ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തോണ്ടിരിക്കണം കേട്ടോ. ഒരു സൈഡ് തന്നെ കിടന്ന് കരിഞ്ഞു പോവരുത്. അപ്പം നല്ലൊരു കളറായി കഴിഞ്ഞ ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പം ഇത് ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് കളർ ആവാനുണ്ട്. ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്, നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ഇതേ രീതിയിൽ കോരിയെടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുത്താൽ മതി. ഒരു ബാച്ച് ഇതുപോലെ കോരിയെടുത്ത ശേഷം ഇനി ഓയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഓയിലൊന്നും വറ്റിയിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വളരെ നിസ്സാരം വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത്രയും ടേസ്റ്റിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.